ക്വസ്റ്റ്യൻ നോക്കാം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഇഫ് ദ ലെങ്ത് ഓഫ് ദി റെക്ടാംഗിൾ ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%, ബൈ വാട്ട് പെർസെൻറ്റേജ് ഷുഡ് ബി ദ വിഡ്ത്ത് റെഡ്യൂസ്ഡ് ടു മെയിൻറ്റെയിൻ ദി സെയിം ഏരിയ? ഇങ്ങനെയൊക്കെയാണ് ഒരു ക്വസ്റ്റ്യൻ തരുന്നെങ്കിൽ സത്യം പറഞ്ഞത് എന്താണ്, ഒരു പെർസെൻറ്റേജിൻ്റെ ക്വസ്റ്റിനകത്ത് ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒരു പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻ അല്ലേ ഇത്? സാധാരണ പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻ തന്നെയാണ്, നമ്മളത് മെൻസുറേഷനകത്തും പഠിക്കുന്നതേ ഉള്ളൂ. എങ്ങനെയായിരിക്കും ഇത് ചെയ്യേണ്ടത്, ഏത് രീതിയിലായിരിക്കും ചെയ്യേണ്ടത്? എന്താണ് ഇവിടെ പറയുന്നത്? ദ ലെങ്ത് ഓഫ് ദി റെക്ടാംഗിൾ ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%. അതായത് റെക്ടാംഗിൾ ഉണ്ടായിരുന്നു, നമുക്കൊരു റെക്ടാംഗിൾ ഇനിഷ്യലി ഉണ്ടായിരുന്നു, അതിൻ്റെ ലെങ്ത് ഒരു എല്ലും ബ്രെഡ്ത്ത് ഒരു ബിയുമായിരുന്നു. പക്ഷെ ഇവിടെ പറയുകയാണ് ലെങ്ത് ഓഫ് ദി റെക്ടാംഗിൾ ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%. ഈ റെക്ടാംഗിളിൻ്റെ ലെങ്ത് ഒരു 20% കൂടി ഇൻക്രീസ് ചെയ്തു. ലെങ്ത് എന്ത് ചെയ്തു? ഒരു 20% കൂടി ഇൻക്രീസ് ചെയ്തു. ഇതാണ് ന്യൂ ലെങ്ത്. എന്നിട്ട് ഇനി എന്താ പറയുന്നത്? ബട്ട് വാട്ട് പെർസെൻറ്റേജ് ഷുഡ് ബി ദ വിഡ്ത്ത് റെഡ്യൂസ്ഡ് ടു മെയിൻറ്റെയിൻ സെയിം ഏരിയ. ഇങ്ങനെ ഇൻക്രീസ് ചെയ്തപ്പോൾ അതിൻ്റെ ഏരിയ വ്യത്യാസപ്പെട്ടില്ലേ? ഇങ്ങനെ ഇതിൻ്റെ ഏരിയ വ്യത്യാസപ്പെടാതിരിക്കണമെങ്കിൽ അതിൻ്റെ ബ്രെഡ്ത്ത് എത്ര കുറയ്ക്കണം? ബ്രെഡ്ത്ത് എത്ര കുറച്ചാലായിരിക്കും അതിൻ്റെ ഏരിയ സെയിം ആകുന്നതെന്നാണ് ചോദ്യം. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? അതായത് നേരത്തെ ഒരു റെക്ടാങ്കിൾ ഉണ്ടായിരുന്നു, അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്തിൻ്റെ ബ്രെഡ്ത്ത് ആയിരുന്നു, അതിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിന് ലെങ്ത് നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് കൂട്ടി, ഒരു 20% കൂടി. അങ്ങനെ ലെങ്ത് കൂട്ടിക്കഴിഞ്ഞാൽ പുതിയ ലെങ്തിൻ്റെ ബ്രെഡ്ത്ത് വലിയ ഏരിയ ആവില്ലേ? അങ്ങനെ ആകാതിരിക്കണമെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ബ്രെഡ്ത്തിൻ്റെ എത്ര പെർസെൻറ്റേജ് കുറച്ചാലായിരിക്കും അതിൻ്റെ ഏരിയ സെയിം ആയിട്ട് നിൽക്കുന്നതെന്ന് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? 2, 3, 4 നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന 1-2 മെത്തേഡ് പറഞ്ഞു തരാം. നമുക്ക് ആദ്യം, നിങ്ങൾക്ക് പണ്ടേ നിങ്ങൾ പെർസെൻറ്റേജ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, ഏതൊരു പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻ ആയാലും നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ചുമ്മാ x × 120%/100, y × x%/100 അങ്ങനെയൊന്നും ചെയ്യാണ്ട് നമുക്ക് പെർസെൻറ്റേജിലാണ് ക്വസ്റ്റ്യൻ വേണ്ടെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുന്ന വാല്യൂസ് എല്ലാം 100-ലിട്ട് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി വേഗത്തിൽ ആൻസർ കിട്ടും. അതായത് ഇതിൻ്റെ ഇനിഷ്യൽ ലെങ്തിന് ഞാൻ L ആയിട്ടും ഇനിഷ്യൽ ബ്രെഡ്ത്തിനെ ഞാൻ B ആയിട്ടും പിടിച്ചെന്നിരിക്കട്ടെ. ഞാൻ വിചാരിച്ചു അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു 100 ആയിരുന്നു, അത് 100 മീറ്റർ ആയിരുന്നു ലെങ്ത്. അതിൻ്റെ ബ്രെഡ്ത്തും ഒരു 100 മീറ്റർ തന്നെയായിരുന്നു. എന്തിനാ 100 ചെയ്യാൻ കാര്യം? ഈ പെർസെൻറ്റേജ് മീൻസ് അപ്പോൺ 100-ലല്ലേ പറയുന്നത്? ഏതൊരു നമ്പറിനെ 100-ൽ പറയുന്നതിനല്ലേ നമ്മൾ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെർസെൻറ്റേജിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ 100 അസ്യൂം ചെയ്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി വേഗത്തിൽ നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് ആൻസർ കണ്ടുപിടിച്ചാൽ പോരെ, പെർസെൻറ്റേജ് കണ്ടുപിടിച്ചാൽ പോരെ. എങ്കിൽ എങ്ങനെയായിരിക്കും? അതിൻ്റെ ഇനിഷ്യൽ ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 100 × 100 ആയിരുന്നു. 100 × 100 ആയിരുന്നു ഇനിഷ്യൽ ഏരിയ. പക്ഷേ പുതിയ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? ന്യൂ ലെങ്ത് എന്ന് പറഞ്ഞാൽ ആ 100-ൻ്റെ ഒരു 20% കൂടി അധികം വന്നു. 100-ൻ്റെ കൂടെ 100-ൻ്റെ 20% കൂടി അധികം വന്നു. നേരത്തെ ഉണ്ടായിരുന്ന 100-ൻ്റെ കൂടെ അതിൻ്റെ ഒരു 20% കൂടി അധികം വന്നു. ഇനി 100-ൻ്റെ കാര്യം എന്താ? 100-ൻ്റെ 20% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 തന്നെയല്ലേ? അപ്പം ന്യൂ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയായി? 120 ആയി. നേരത്തെ 100 ആയിരുന്നു, 100-ൻ്റെ 20% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 തന്നെയാണ്. അപ്പോൾ അതങ്ങ് ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? 100 അസ്യൂം ചെയ്യാൻ പറയുന്നത്. അപ്പം പുതിയ ഏരിയ എത്ര കിട്ടി? ലെങ്ത് എത്ര കിട്ടി? 120 എന്ന് കിട്ടി. അതുപോലെ തന്നെ പുതിയ ബ്രെഡ്ത്ത് വന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? നേരത്തെ 100 ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ 100 ഇല്ല. 100-നേക്കാൾ എത്ര കുറയ്ക്കണം? ഏതൊരു എക്സ് വാല്യൂ കുറയ്ക്കണം, ഒരു x% കുറയ്ക്കണം. തക്കാലം ഞാൻ ഈ 100 - x-ന് ഞാൻ പൊതുവേ ഞാൻ x ആയിട്ട് ഇടാം. എന്നിട്ട് ഞാൻ വീണ്ടും ഒന്നും കൂടി 100 - x ഇട്ട് ചെയ്തു തരാം, നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ബ്രെഡ്ത്തിൻ്റെ വാല്യൂ x ഇട്ട് ചെയ്യാം. അപ്പം പുതിയ ബ്രെഡ്ത്ത് എത്രയായിരുന്നു? x ആയിരുന്നു. x ഇട്ട് ചെയ്താൽ നമുക്ക് എങ്ങനെ ആൻസർ കിട്ടും? ഒരു 100 - x ഇട്ടാൽ എങ്ങനെ കിട്ടും എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ബ്രെഡ്ത്തിൻ്റെ വാല്യൂ ആണ് കിട്ടുന്നത്. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ബ്രെഡ്ത്ത് എത്രയാണ്? ന്യൂ ബ്രെഡ്ത്ത് എത്രയെന്ന് കിട്ടും, അല്ലെങ്കിൽ ബ്രെഡ്ത്ത് B എന്ന് തന്നെ കിട്ടും. മനസ്സിലാകാൻ വേണ്ടി ബ്രെഡ്ത്ത് B ആണ് നമുക്ക് കിട്ടുന്നത്. എങ്കിൽ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്താൽ ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 100 × 100 / 120 എന്ന് കിട്ടും അല്ലേ? സോൾവ് ചെയ്ത് നോക്കാൻ ബ്രെഡ്ത്ത് എത്രയാണെന്ന് 0 കട്ട് ചെയ്തു, 12-ഉം ഈ 4-ഉം കട്ട് ചെയ്യാം. അതായത് 12-ഉം 4-ഉം കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഒരു 2 കൊണ്ട് കട്ട് ചെയ്യാം. 5 കിട്ടി. ഇവിടെ എത്ര കിട്ടി? 6 കിട്ടി. ഈ 100-ഉം 6-ഉം കട്ട് ചെയ്താൽ 3 കിട്ടി. ഇവിടെ എത്ര കിട്ടി? 50 കിട്ടി. 50 × 5 250/3 എന്ന് കിട്ടി ബ്രെഡ്ത്തിൻ്റെ വാല്യൂ. ശ്രദ്ധിക്കുക, ഈ 250/3 ഇവിടെ ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതരുത്. കാരണം നമുക്കിവിടെ കിട്ടിയ വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്? ബ്രെഡ്ത്താണ് കിട്ടിയത്. നമുക്ക് വേണ്ടത് എന്താ? 100 - ബ്രെഡ്ത്ത് ആണ് വേണ്ടത്. 100 - ബ്രെഡ്ത്ത് എത്ര കിട്ടും? 100 - ബ്രെഡ്ത്ത്. അതല്ലേ നമുക്ക് ആവശ്യം. എത്ര കുറഞ്ഞു എന്നുള്ളത്? 100 - 250/3. 100 - ബ്രെഡ്ത്ത് അല്ലേ ആവശ്യം. അതായത് ബ്രെഡ്ത്ത് ആണ് എന്ത്? B. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എത്ര ശതമാനം കുറഞ്ഞു എന്നല്ലേ? എത്ര കുറഞ്ഞു? 100-നേക്കാൾ എത്ര കുറഞ്ഞു? ഇവിടെ എന്ത് ചെയ്തു? 100-നേക്കാൾ 20 കൂടി. ഇവിടെ 100-നേക്കാൾ എത്ര കുറഞ്ഞു എന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ടാണ് 100 - എടുത്തത്. കുറയുമ്പോൾ നമ്മളെപ്പോഴും 100-ൽ നിന്ന് കുറയ്ക്കല്ലേ ചെയ്യുന്നത്. നിങ്ങൾ പെർസെൻറ്റേജ് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് പറയുന്നു.
ഇൻക്രീസ് ആണെങ്കിൽ 100ൽ നിന്നും ആഡ് ചെയ്യണം. 100 + 20 120 എഴുതി. രണ്ടാമത് ബ്രെഡ്ത്ത് എന്താ ഡിക്രീസ് അല്ലേ ചെയ്യേണ്ടത്? 100 മൈനസ് എത്രയാണോ അത്, ആ 100 മൈനസ് ആണ് ഇവിടെ ചെയ്യുന്നത്. 100 മൈനസ് ബ്രെഡ്ത്ത് എത്ര കുറയണം, എത്രയാണെന്ന് നോക്കാം. 100 മൈനസ് 250/3 എത്ര കിട്ടും? 300 മൈനസ് 250/3. 300 മൈനസ് 250 എത്ര കിട്ടും? 300 മൈനസ് 250 50/3. 50/3 ആയിരിക്കും എന്ത്? ഡിക്രീസിങ് ബ്രെഡ്ത്ത്. 50/3 ആണ് നമ്മുടെ ആൻസർ. എന്താണ് 50/3ന്റെ വാല്യൂ? 5/3 1 times 5 20 3 times 6 times 18 വരെ 6 ടൈംസ് അല്ലേ? അതായത് 5/3 1 ടൈംസ് ബാക്കി 20 6 ടൈംസ് 18 പിന്നെ 0.66 16.66% ആയിരിക്കും എന്ത്? ഡിക്രീസിങ് വാല്യൂ. ഇത് ചെയ്ത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? നമുക്ക് ആൻസർ ഉണ്ടോ? ഓപ്ഷൻ ബി. എത്ര കിട്ടും? 16.66 ആയിരിക്കും ഇതിൻ്റെ വാല്യൂ. വേറെ ഒന്നുമില്ലല്ലോ? ഇല്ല. നോക്കാം ഇതെങ്ങനെയാണെന്ന്. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ നമുക്ക് ലെങ്ത് അറിയാം, പഴയ ബ്രെഡ്ത്ത് അറിയാം. ന്യൂ ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചു 120 എന്ന്. ന്യൂ ബ്രെഡ്ത്തിനെ ഞാൻ തക്കാലം എക്സ് നിട്ടു അല്ലെങ്കിൽ ബി നിട്ടു. ന്യൂ ബ്രെഡ്ത്ത് ആണ് ബി നിട്ടത്. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്ത് നമുക്ക് ബിന്റെ വാല്യൂ എത്ര കിട്ടി? 250/3. ന്യൂ ബ്രെഡ്ത്ത് ആണ് കിട്ടിയത്. നമുക്ക് ബ്രെഡ്ത്ത് അല്ല ചോദിച്ചേക്കുന്നത്, ബ്രെഡ്ത്ത് എത്ര പെർസെൻറ്റേജ് കുറയ്ക്കണം എന്നല്ലേ. അപ്പോൾ എത്ര പെർസെൻറ്റേജ് കുറയ്ക്കണം? 100 മൈനസ് എത്ര പെർസെൻറ്റേജ്, അതല്ലേ നമ്മുടെ വാല്യൂ. 100 മൈനസ് ബ്രെഡ്ത്ത് ആണ് കണ്ടുപിടിക്കുന്നത്. 100 മൈനസ് ബ്രെഡ്ത്ത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 16.66 കിട്ടും. ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ഇങ്ങനെ ചെയ്താലും മതി. 100 മൈനസ് എക്സ് എന്നിട്ടാൽ മതി. ബിക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? 100 മൈനസ് എക്സ് ഇടുന്നു. ഞാൻ പറഞ്ഞ ഏത് രീതി ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. അപ്പം നമുക്കിവിടെ ആൻസർ കിട്ടുന്നത് എന്താ? 100 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 250 എന്ന് കിട്ടും. 100 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 250. നമുക്ക് എക്സിന്റെ വാല്യൂ വേണ്ടത്. അപ്പോൾ 100 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 250/3 എന്ന് കിട്ടി. എങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് അപ്പുറത്തേക്ക് പോയി 250/3 ഇങ്ങോട്ട് വന്നു. 100 മൈനസ് 250/3 സെയിം തന്നെയല്ലേ? 300 മൈനസ് 250/3 എത്ര കിട്ടും? 50/3 16.66 എന്ന് കിട്ടും. സെയിം. ഇവിടെ 100 മൈനസ് എക്സ് ആണ് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ 100 മൈനസ് എക്സ് സോൾവ് ചെയ്താലും മതി. നമുക്ക് എന്ത് കിട്ടും? 16.66 ആണ് കിട്ടും. ഇതിൽ എങ്ങനെ എടുത്താലും മതി. 100 മൈനസ് എക്സ് എടുത്താലും മതി, അല്ലെങ്കിൽ ഒരു ബി ആയിട്ട് എടുത്താലും മതി. ഏത് രീതി ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. 100 മൈനസ് എക്സ് എടുക്കുന്നെങ്കിൽ ഒറ്റ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ഈ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ചെയ്യുന്ന വാല്യൂ ആണ്. ഡയറക്റ്റ് ആയിട്ട് എക്സ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. പക്ഷേ ബി ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ബ്രെഡ്ത്തേ കിട്ടുള്ളൂ. അത് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? 100 മൈനസ് എക്സ് ആക്കി മാറ്റണം. എന്തിനാണ്? നമുക്ക് ഡിക്രീസിങ് പെർസെൻറ്റേജ് ഓഫ് ബ്രെഡ്ത്ത് അല്ലേ വേണ്ടത്. അതുകൊണ്ട് 100ൽ നിന്ന് അത് കുറയ്ക്കണം. അതൊരു കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇനി ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നിരിക്കട്ടെ. ഈ രണ്ട് മെത്തേഡിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലാത്തതല്ല, ഇതിനേക്കാൾ എളുപ്പമുള്ള ഒരു മെത്തേഡ് കൂടി ഉണ്ട്. നിങ്ങൾ പേഴ്സണൽ എഡിയും പറഞ്ഞിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു രണ്ട് സൈഡ് തരുമ്പോൾ ഏരിയ അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, സർക്കിളിൻ്റെ ഏരിയ അല്ലെങ്കിൽ ടൈം ഇൻറ്റു സ്പീഡ്, ഇതിനകത്തെല്ലാം നമുക്ക് 1% ഇൻക്രീസ് ചെയ്താൽ വാട്ട് % ഡിക്രീസ് ചെയ്യും. ഒരാളുടെ കൺസംപ്ഷൻ ഒരു 20% കൂടിയപ്പോൾ അയാൾ അതിൻ്റെ എക്സ്പെൻഡിച്ചർ കുറയ്ക്കാൻ വേണ്ടി എത്ര % കുറയ്ക്കണം, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ലേ? അതായത് പഞ്ചസാരയുടെ വില 20% കൂടിയാൽ അയാളെ കൺസംപ്ഷൻ എത്ര കുറച്ചാൽ അയാൾക്ക് ഇപ്പോൾ അതേ വിലയിൽ തന്നെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പേഴ്സൻറ്റേജ് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് അവിടെ എല്ലാം നമുക്ക് ഏത് മെത്തേഡ് ഉപയോഗിക്കാം? നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100 എഫക്റ്റീവ് % എന്ന് പറയും. ഈ ഒരു മെത്തേഡ് നിങ്ങൾ എപ്പോഴും ഉറപ്പായിട്ട് പഠിച്ചിരിക്കണം. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിലായാലും ടൈം ആൻഡ് വർക്കിലായാലും ഇതുപോലത്തെ ഏത് ക്വസ്റ്റ്യൻ ആയാലും ടൈം ആൻഡ് ഡിസ്റ്റൻസിലായാലും എല്ലാം ഈ എഫക്റ്റീവ് പെർസെൻറ്റേജ് മെത്തേഡ് വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് ഏത് ക്വസ്റ്റ്യനും ജസ്റ്റ് ഒന്ന് നോക്കി ആൻസർ കിട്ടും. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആയാലും ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആയാലും ടൈം ആൻഡ് വർക്ക് ആയാലും ഇതുപോലത്തെ എക്സ്പെൻഡിച്ചർ ഇൻകം ആയാലും ഏത് ക്വസ്റ്റ്യനകത്ത് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇതിവിടെ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു റെക്റ്റാങ്കിൾ ഉണ്ടായിരുന്നു, അതിൻ്റെ ലെങ്ത് ഒരു 20% കൂടി, ബ്രെഡ്ത്ത് ഒരു X% കുറഞ്ഞാൽ അതിൻ്റെ ഏരിയ റിമെയിൻ സെയിം ആയിരിക്കണം. ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഏതെങ്കിലും ഒരു % രണ്ടാമത്തെ % എങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് % അല്ലേ പറയുന്നത്. ഇവിടെ ലെങ്ത് എന്നുള്ളത് ഞാൻ X ആയിട്ടും ബ്രെഡ്ത്ത് എന്നുള്ളത് ഒരു Y ആയിട്ടും എടുത്താൽ നമുക്ക് എന്താണ് ഇവിടെ എഫക്റ്റീവ് സംഭവിക്കുന്നത് നോക്കാം. ലെങ്ത് എന്താ പറയുന്നത്? 20% കൂടി എന്നല്ലേ പറയുന്നത്. അപ്പോൾ കൂടുകയാണെങ്കിൽ നമ്മൾ അതിനെ പോസിറ്റീവ് എന്ന് ഉദ്ദേശിക്കും. 20% കൂടി, ഒരു +20 കൂടി. ബ്രെഡ്ത്ത് ആണെങ്കിലോ ഏതോ ഒരു % കുറയുന്നു, അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ X% കുറയുന്നത് കൊണ്ട് തന്നെ ഞാൻ ഈ വൈനെ മൈനസ്, ഇവിടെ എക്സ് എന്ന് എഴുതേണ്ട കാര്യം അല്ലെങ്കിൽ ബ്രെഡ്ത്ത് എന്ന് എഴുതാം, നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്. -b, ബ്രെഡ്ത്ത് കുറയല്ലേ, 20 - b. ഇനി എന്താ വേണ്ടത്? +x × y. അപ്പോൾ 20% കൂടുന്നുണ്ട്, ഒരു b% കുറയുന്നുണ്ട്. അപ്പോൾ 20 × -b -20b. ഇവിടെ മൈനസ് തന്നെ എഴുതണം. പ്ലസ് ഇൻറ്റു മൈനസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എത്ര കിട്ടും? മൈനസേ കിട്ടും. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പെർസെൻറ്റേജിനകത്ത്. അപ്പോൾ എത്ര കിട്ടും? 20 - b -20b/100 ഈസ് ഈക്വൽ ടു എഫക്റ്റീവ് ചേഞ്ച് ഓഫ് ഏരിയ. നമുക്ക് എഫക്റ്റീവ് പെർസെൻറ്റേജിലാണ് കിട്ടുന്നത്. ഇങ്ങനെ ചേഞ്ച് ചെയ്തപ്പോൾ നമ്മുടെ ഏരിയ എന്തോ എഫക്റ്റീവായിട്ട് ചേഞ്ച് ചെയ്തു എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ പറയുന്നുണ്ട് ദ ഏരിയ മെയിൻറ്റെയിൻസ് ദി സെയിം
ഏരിയ സെയിം ആയിട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തത്. എന്ന് വെച്ചാൽ ഏരിയക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ എന്താ വേണ്ട? എഫക്റ്റീവ് ചേഞ്ച് 0 അല്ലേ? ഈ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ഈ ഒരു രീതിയിൽ. അപ്പം ഞാൻ ഇത് അവിടെ നിൽക്കട്ടെ, ഞാൻ വേറെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ലെങ്ത് ഒരു 20% ഇൻക്രീസ് ചെയ്തു, ബ്രെഡ്ത്ത് ഒരു 20% ഇൻക്രീസ് ചെയ്തു, ബ്രെഡ്ത്ത് ഒരു 30% ഇൻക്രീസ് ചെയ്തു. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ലെങ്ത് ഒരു 20% ഇൻക്രീസ് ചെയ്തു, ബ്രെഡ്ത്ത് ഒരു 30% ഇൻക്രീസ് ചെയ്തു എങ്കിൽ എഫക്റ്റീവ്ലി അതിൻ്റെ ഏരിയ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തെന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും? ലെങ്ത് 20 ഇൻക്രീസ് ചെയ്തു, ലെങ്ത് 20 ഇൻക്രീസ് ചെയ്തു, ബ്രെഡ്ത്ത് 30 ഇൻക്രീസ് ചെയ്തു, എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ മീൻസ് 20 × 30/100 ചെയ്താൽ എഫക്റ്റീവ്ലി ഇൻക്രീസ് ചെയ്ത ഏരിയയുടെ പെർസെൻറ്റേജ് കിട്ടും. സോൾവ് ചെയ്താൽ പോരെ? 20 + 30 50 പ്ലസ് 20 × 30 600/100 എത്ര കിട്ടും? 56% ഏരിയ ഇൻക്രീസ് ചെയ്തു. ഇത് ഈ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടില്ലേ? ഈ ഒരു ഇക്വേഷൻ ഇല്ലെങ്കിലോ നമ്മൾ ആദ്യം ഒരു 100 എടുക്കുന്നു, അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നു, പിന്നെ 120 130 എടുക്കുന്നു, അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നു, എന്നിട്ട് വലിയ ഏരിയയിൽ നിന്ന് ചെറിയ ഏരിയ കുറയ്ക്കുന്നു. അപ്പോൾ എന്നിട്ട് ആ കിട്ടുന്ന വാല്യൂൻ്റെ എഫക്റ്റീവ് പെർസെൻറ്റേജ് ഡിഫറൻസ് ബൈ സ്മാളർ വാല്യൂ 100 നിങ്ങൾ പെർസെൻറ്റേജ് പഠിച്ചിട്ടുണ്ട്. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 56% എന്ന് കിട്ടും. പക്ഷെ അത്രയൊക്കെ സ്റ്റെപ്പ് ഞാനിവിടെ ചെയ്തു. ജസ്റ്റ് ആ വാല്യൂസ് ഒന്ന് ആഡ് ചെയ്തു, ഒന്ന് പ്രൊഡക്റ്റ് ചെയ്തു, സം ചെയ്തു, ആൻസറായി. അതാണ് എഫക്റ്റീവ് പെർസെൻറ്റേജിൻ്റെ എളുപ്പവഴി. അതായത് ഏതെങ്കിലും X% ഒരു Y% ഇൻക്രീസ് ഉണ്ടെങ്കിൽ X + Y + XY/100 = എഫക്റ്റീവ് ഇൻക്രീസ് എന്ന് പറയും. ഇതേ കാര്യം തന്നെ ഒരിടത്ത് ഡിക്രീസ് വരുന്ന വാല്യൂ എന്ത് ചെയ്താൽ മതി? നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ X ആയാലും Y ആയാലും ഡിക്രീസ് വരുന്നത് നെഗറ്റീവ് ഇട്ട് കൊടുക്കും. ഇനി രണ്ടും നെഗറ്റീവ് ആണെങ്കിലോ രണ്ടും ഡിക്രീസ് ചെയ്തു. ലെങ്ത് ഒരു 20 ഡിക്രീസ് ചെയ്തു, ബ്രെഡ്ത്ത് ഒരു 30 ഡിക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിലോ -20 -30 ഇനി -20 -30. അപ്പോൾ ഇവിടെ എന്ത് വരും? ഒരു പ്ലസ് വരും. അപ്പോൾ -20 + -30 -50 + 600/100 എന്ന് വരും. അപ്പോൾ എത്ര കിട്ടും? -50 + 6 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? -44% എന്ന് വരും. അതായത് 44% എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു അതിൻ്റെ ഏരിയ. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു 44% ഏരിയ ഡിക്രീസ് ചെയ്തു. അപ്പോൾ -1 വന്നാലും +1 വന്നാലും ചെയ്യുന്ന ഒരു മെത്തേഡ് ഓർത്തിരിക്കണം. അപ്പോൾ ഇവിടെ എന്തായിരുന്നു? ഒരെണ്ണം ഇൻക്രീസ് ചെയ്തു എങ്കിൽ മറ്റേ എത്ര ഡിക്രീസ് ചെയ്താൽ ഏരിയ എഫക്റ്റീവ്ലി സെയിം ആയിരിക്കണം. സെയിം ഏരിയ ആണെങ്കിൽ എന്തായിരിക്കും? എഫക്റ്റീവ് ചേഞ്ച് എന്താകണം? 0 ആവണം. അത് പറയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ ബീൻ്റെ വാല്യൂ എത്ര പെർസെൻ്റാണ് കുറയേണ്ടത്? അതല്ലേ ബി എന്ന് പറഞ്ഞ് അത് കണ്ടുപിടിച്ചാൽ പോരെ? സോൾവ് ചെയ്ത് നോക്കാൻ എത്ര കിട്ടുന്നു? ഈ 100 എല്ലായിടത്തും മൾട്ടിപ്പിൾ ചെയ്യുന്നു. 20 × 100 2000 -200b 200 ഇല്ല, വെറും 100b 100b -20b. അതായത് ഞാൻ എല്ലാ ഇക്വേഷനിലും ഒരു 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു. ഈ 100 ഒഴിവാക്കാനുള്ള പരിപാടി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് വിചാരിച്ചാൽ = 0. ഇനി നെഗറ്റീവ് സിമ്പിളിനെ അല്ല ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. എത്ര കിട്ടും? 2000 = 100 + 20 മൈനസ് ആയതുകൊണ്ടാണ് -100 + -20 -120. ആ റൈറ്റ് സൈഡിലേക്ക് പോയപ്പോൾ 120b എന്നായി. ഈ മൈനസ് അപ്പുറത്ത് പോയപ്പോൾ എന്തായി? പ്ലസ് ആയി. അപ്പോൾ 120b = 2000 എങ്കിൽ ബീൻ്റെ വാല്യൂ എത്രയും? b = 2000/120 അല്ലേ? 0 ക്യാൻസൽ ചെയ്യും. 2000 ഒരു 0 ഉണ്ട്. 2000/120 അപ്പോൾ 200/12 200/12 എന്ന് വെച്ചാൽ 100/6 എന്ന് വെച്ചാൽ 50/3 50/3 എന്ന് വെച്ചാൽ എത്രയാണ്? നമുക്ക് നേരത്തെ കിട്ടിയ ആൻസർ അല്ലേ? 50/3 മീൻസ് 16.66%. എഫക്റ്റീവ് ഡിക്രീസ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 16.66% കിട്ടും. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഞാൻ പറഞ്ഞ 2 3 മതി. ഇനിയും 1 2 മെത്തേഡ് ഉണ്ട്. പക്ഷേ അതൊന്നും പറയണ്ട. നിങ്ങൾക്ക് ഇത്രയും ഈ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾക്ക് പഠിച്ചാൽ അത്ര എളുപ്പമാണ്. ഞാൻ ഈ പറഞ്ഞ അത്ര സ്റ്റെപ്പൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്ര സ്റ്റെപ്പ് എഴുതിയത്. ജസ്റ്റ് 1 2 സ്റ്റെപ്പ് എഴുതിയാൽ മതി നമുക്ക് ആൻസർ കിട്ടാൻ. ഈ ഒരു സ്റ്റെപ്പ് എഴുതിയാൽ പോലെ നമുക്ക് ആൻസർ ആവും. അത്ര എളുപ്പമാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ. ഇതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമോ ഇല്ല എന്നുള്ളതല്ല, അതൊക്കെ ഏറ്റവും എളുപ്പത്തിൽ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അത്രയും സമയം ലാഭത്തോടുകൂടി നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്ത് ആൻസറിൽ എത്തിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഇക്വേഷൻ മെത്തേഡൊക്കെ നിങ്ങൾ പഠിച്ചേക്കുക. ഇനി നമുക്ക് ഒന്നിനോട് ക്വസ്റ്റ്യനോട് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ശരി, ബൈ.